Hello students, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചത് സ്മാർട്ട് ചോയ്സ് ഓഫ് റോ ഓർ കോളം ആണ്. എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോസ് അധികമുള്ള കോളോ റോയോ സെലക്ട് ചെയ്താൽ എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കോളത്തിൽ കൂടെ ഇതിലാണ് നമ്പർ ഓഫ് സീറോസ് കൂടുതൽ വരുന്നത്. അപ്പോൾ കുറേ ടേം സീറോ ആയി പോവും. അതിൽ കൂടെ എക്സ്പാൻഡ് ചെയ്തതാണ് ഈ കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അത് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് വീണ്ടും അത് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല, ബ്രാക്കറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇത് എക്സ്പാൻഡ് ചെയ്ത് അതും അതെ നോക്ക്, ഇതാ ഈ ഇവിടെ ചെയ്തിരിക്കണം നോക്കൂ. ഇതിലും അതെ സ്മാർട്ട് ചോയ്സ് ഓഫ് റോ ഓർ കോളാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നോക്കി ഈ സെക്കൻഡ് കോളത്തിൽ അഗെയിൻ സെക്കൻഡ് കോളത്തിൽ 2 സീറോ വരുന്നുണ്ട്. അപ്പോൾ 2 സീറോ ഉള്ള ഈ സെക്കൻഡ് കോളത്തിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ കുറേ ടേംസ് സീറോ ആയി പോകും. അപ്പോൾ ഇവിടെ പ്ലസ് കഴിഞ്ഞ് ഇവിടെ മൈനസ് ആണ് വരുന്നത്. എന്തായാലും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ടേം കംപ്ലീറ്റ് സീറോ ആയി പോകും. പിന്നെ പ്ലസ് -2 ഇൻറ്റു, അപ്പോൾ ഇവിടുത്തെ 1 ഇവിടെ ഉണ്ട്. പിന്നെ ഇൻറ്റു -2 ഇൻറ്റു -2 ഉൾപ്പെട്ട റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 1 -1 2 1 അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. പിന്നെ വീണ്ടും -0 ഇൻറ്റു ആണ്. അപ്പോൾ പിന്നെ അതും സീറോ ആയിപ്പോയി. ബാക്കി -6 ആണ് വാല്യൂ കിട്ടുക കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് ലോവർ. ഇനി ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലം ആണെങ്കിൽ കൂടുതൽ സീറോ ഉള്ള റോയിൽ കൂടെ കുളത്തിൽ കൂടെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് റോ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമലി നമ്മൾ ഫസ്റ്റ് റോ ആണ് ചെയ്യാറെന്ന് മാത്രം. കോഫാക്ടറിൻ്റെ സൈൻ പ്ലസും മൈനസും ഓൾട്ടർ ചെയ്ത് വരുന്നത് മാത്രം ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ ഒരു റിമാർക്കായിട്ട്, അത് വെച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു 4x4 ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. A11 പിന്നെ ഇത് 0, A21 A22 പിന്നെ 0, A31 A32 A33 പിന്നെ 0, പിന്നെ A41 A42 A43 A44 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഫോർമുലയുണ്ട്, അത് ഓർത്തിരിക്കണം. ഒന്നുമില്ല, ഇതാണ് A11 ഇൻറ്റു A22 ഇൻറ്റു A33 ഇൻറ്റു A44 ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ വന്നതെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സീറോസ് കൂടുതലുള്ള ഈ ഒരു ഫസ്റ്റ് റോയിൽ കൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കിതാ ഇങ്ങനെ കിട്ടും. പിന്നെ അത് വീണ്ടും ഫസ്റ്റ് റോയിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും. വീണ്ടും നമുക്കിത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണിത് വരുന്നത്. നിങ്ങളിത് ഡയറക്റ്റ് ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ഈ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ വരുന്ന എൻട്രീസ് ആണ് അല്ലേ. A11 ഇൻറ്റു A22 ഇൻറ്റു A33 ഇൻറ്റു A44 ചെയ്താൽ മതി. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്തതൊരു തിയറാണ്. ഇഫ് A is an n/n ട്രയാങ്കുലാർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ ആയിക്കോട്ടെ ലോവർ ട്രയാങ്കുലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ആയിക്കോട്ടെ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡയഗണലിൽ മാത്രം non-zero എൻട്രീസ്, 0 or non-zero എൻട്രീസ്, ബാക്കി എല്ലായിടത്തും 0. Then determinant of A is the product of entries on the main diagonal of the matrix. That is dit A equal to A11 into A22 into etc into ANN. അപ്പോൾ ഇത് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിന് മാത്രമല്ല, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, 3 ടൈപ്പ് മെട്രിക്സുകൾക്കും ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ഓക്കെ, ആ 3 ടൈപ്പ് മെട്രിക്സിന്. അപ്പോൾ അതിനെ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ ഡയഗണൽ എൻട്രീസ് പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ, അത് പഠിച്ചു വയ്ക്കാം. അടുത്തത് ഡിറ്റർമിനൻ്റ് ഓഫ് 2x2 and 3x3 matrices can be evaluated very efficiently using the 3 pattern. യൂസിങ് ദ പാറ്റേൺ സജസ്റ്റഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാലോ, 2x2ൻ്റെ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഈ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3x3യുടെ ആണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറ് എപ്പോഴും. അപ്പോൾ 3x3യുടെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അതായത് A11 A21 A31 ആണ് ഫസ്റ്റ് കോളം, A12 A22 A32 ആണ് സെക്കൻഡ് കോളം, A13 A23 A33 ആണ് തേർഡ് കോളം. വീണ്ടും ഫസ്റ്റ് കോളം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, സെക്കൻഡ് കോളം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 3 കഴിഞ്ഞ ശേഷം ഫസ്റ്റ് കോളം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, സെക്കൻഡ് കോളം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക.
എന്നിട്ട് നമ്മൾ ഈ പാറ്റേണിൽ കാണുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മൾ മുകളിൽ പഠിച്ച ഫോർമുല നിങ്ങൾക്ക് അത് മതി എന്നുണ്ടെങ്കിൽ അത് മതിയിട്ടാ, അതാണ് കറക്റ്റ് മെത്തേഡ്. ഇത് നമുക്കൊരു ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. ആ ഡെഫിനേഷനിൽ പറയുന്ന കോഫാക്ടർ എക്സ്പാൻഷൻ ഇല്ലേ, അതാണ് ശരിക്കുള്ള മെത്തേഡ്. അത് പഠിച്ചിരുന്നാലും മതി. ഇത് നമുക്ക് ഇതുപോലുള്ള നെറ്റ് സെറ്റ് എക്സാമുകൾ, ഗേറ്റ് എക്സാമിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 3 മണിക്കൂർ നമ്മൾ എഴുതുന്ന ഒരു മത്സര പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷയിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടി പോകണം അല്ലേ, എന്നാലല്ലേ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഫോർമുലാസ് ഇതായി ഈ പറഞ്ഞ ഫോർമുല അങ്ങനെയാണ്. ഒരു അപ്പർ ട്രയാങ്കുലാർ ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു പരീക്ഷയ്ക്ക്. അപ്പോൾ എന്താണ് ഈ ഫോർമുല, ഈ തിയറി ഓർമ്മയുണ്ടാവണം. ഡയഗണൽ എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. അതുപോലെയാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതാ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ആരോ മാർക്ക് നോക്കുക കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. എഴുതിൻ്റെ ഫോർമുലാസ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ A11 ഇൻറ്റു A22 ഇൻറ്റു A33 പ്ലസ് A12 ഇൻറ്റു A23 ഇൻറ്റു A11 പ്ലസ് A13 ഇൻറ്റു A21 ഇൻറ്റു A32. പിന്നെയൊക്കെ ഇനി മൈനസ് ആണ്. മൈനസ് A31 ഇൻറ്റു A22 ഇൻറ്റു A13 മൈനസ് A32 ഇൻറ്റു A23 ഇൻറ്റു A11 മൈനസ് A33 ഇൻറ്റു A21 ഇൻറ്റു A12. ഇതാ ആ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ നിങ്ങൾ ഈ പാറ്റേൺ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇവിടെ കാണാം. ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചോ എങ്ങനെയാണ് ആ പ്ലസും മൈനസും എടുക്കേണ്ടതെന്നുള്ളത്. ആദ്യത്തെ 3 എണ്ണം പ്ലസ് ചെയ്യുക, പിന്നത്തെ 3 എണ്ണം മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇവിടെ ഇത് പിന്നെ ഒന്നും പറയാനില്ല, അത് അങ്ങനെ തന്നെയാണ്. ഇതിലൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 5 ഇൻറ്റു 9 ദാറ്റ് ഈസ് 45 പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു 7 84 പ്ലസ് 3 ഇൻറ്റു മൈനസ് 4 ഇൻറ്റു മൈനസ് 8 96 മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. 3 എണ്ണത്തിനും മൈനസ് തന്നെയല്ലേ. മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ട് ഉള്ളിൽ പ്ലസ് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഓരോന്ന് മൈനസ് ആക്കി എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. അങ്ങനെ അത് ഫൈൻഡ് ചെയ്തപ്പോൾ 240 ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെയും കുറേയധികം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, എന്നാലാണ് എക്സാമിന് വരുമ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.